ദേ നവാലാണേ. ഇന്നതാ ഞാനൊരു കാർഡ്ബോർഡ് പീസുമായിട്ട് വന്നേക്കുന്നത്. ഇന്ന് തൊട്ട് നമുക്ക് ഒരു 7 days ക്രാഫ്റ്റ് ചലഞ്ച് ചെയ്യാം. കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു 7 items ക്രാഫ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് ടു വാവ് കാർഡ്ബോർഡ് ക്രാഫ്റ്റ് ചലഞ്ച് എന്നും പറഞ്ഞിട്ട് നമുക്കൊന്ന് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയേ. ഞാനിവിടെ കാർഡ്ബോർഡിൽ പല എലമെൻറ്റ്സ് പല ഷേപ്പിലുള്ളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലീഫിൻ്റെ ഒരു പാറ്റേൺ ആണ്. പിന്നെ അടുത്തത് ഒരു സർക്കിള്. ഇപ്പോൾ സർക്കിൾ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ വേണേൽ ട്രയാങ്കിളോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളറോ ഏതെങ്കിലും ഒരു ഷേപ്പ് മതി. പിന്നെ ഈ ഒരു വേസിൻ്റെ ഒരു ഷേപ്പും ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേസിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല. പിന്നെ ഈ കാർഡ്ബോർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷേപ്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ സൈഡൊന്നും അത്ര ഒരു ഫിനിഷിങ് വരില്ല. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് നോക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കയ്യിലുള്ള കുറച്ച് പെയിൻ്റൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം, ഇന്ന കളറൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഈ വേസിന് ബ്ലാക്ക് ആണ് അടിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേണേൽ വൈറ്റ് അടിക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹനാൻ്റെ 15th ബർത്ത്ഡേയുടെ കേക്ക് ബോർഡാണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോരുത്തരുടെയും ബർത്ത്ഡേയുടെ കേക്ക് ബോർഡ്സ് സൂക്ഷിച്ച് വെക്കും. ചുമ്മാ അവരുടെ ഒരു ബർത്ത്ഡേയുടെ ഒരു മെമ്മറി ആയിട്ടും കൂടെ അത് ഇരിക്കും. പിന്നെ എനിക്കൊരു ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസും കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ആദ്യം ഒന്ന് വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വൈറ്റ് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വൈറ്റും യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് ചെറുതായിട്ടൊന്ന് യെല്ലോ ഷെയ്ഡാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാനത് ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ചെറിയൊരു പാറ്റേൺ ഇവിടെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഉണക്കി റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ എലമെൻറ്റ്സും ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു ലീഫിനൊരു ചെറിയൊരു കമ്പ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പേപ്പർ റോൾ ചെയ്തിട്ട് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യണതാണ്. പക്ഷെ ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ കേക്ക് ബോണിൻ്റെ സൈഡ് വഴി കൂടെ ഞാൻ ഒന്ന് ജൂട്ട് ത്രെഡ് കൂടെ ചുറ്റിച്ചു കൊടുത്തപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു ബോഹോ സ്റ്റൈൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഭവം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.